ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഇഫ്താർ ജ്യൂസ് ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. ഇഫ്താർ തുറക്കുമ്പോൾ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുമല്ലോ, ആ ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്, വിംടോ എടുത്തിട്ടുണ്ട്, പിന്നെ മാംഗോ ടാങ്ക് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഇത് വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കാം എങ്ങനെയെന്നൊന്ന് നോക്കാം. ബാ, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇവിടെ 3 ഗ്ലാസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ്സിൽ ഞാൻ 3 വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആദ്യം നമുക്ക് അതിലോട്ട് ഐസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഐസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഫ്താറിൻ്റെ സമയമായി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ നമുക്ക് ജ്യൂസ് കുടിക്കാനായിട്ട് തയ്യാറാക്കാം. ഗ്ലാസ്സിലോട്ട് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മധുരമൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നിലോട്ട് ആദ്യം ഞാൻ ഒഴിക്കാൻ പോകുന്നത് റോസ് സിറപ്പാണ്. ആ മധ്യത്തുള്ള ഗ്ലാസ്സിലോട്ട് തന്നെ റോസ് സിറപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വാവ്, അടിപൊളി കളർ റോസ് സിറപ്പ് നമുക്ക് അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വെച്ചാണ് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. റോസ് സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരല്പം നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു മധുരവും പുളിയും രസവും എല്ലാം കൂടെ കിട്ടും കേട്ടോ. കണ്ടല്ലോ, നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാത്തിലും മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് അത് മുകളിലോട്ട് തന്നെ വന്നോളൂ. നിങ്ങൾ കണ്ടല്ലോ, അത് ഒരു ജ്യൂസായിട്ടുണ്ട്. നല്ല കൂളായിട്ട് മുകളിലോട്ട് നല്ല മൊഞ്ച ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടല്ലോ. രണ്ടാമത്തെ നമുക്ക് വിംടോണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വിംടോ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഗ്ലാസ്സിലോട്ട് ഞാൻ വിംടോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലും വെള്ളം ചേർത്ത് കൊടുക്കാം. നോക്കിക്കേ, ഇത് നല്ല ഒരു ഫ്ലേവറും. എല്ലാവരും നോമ്പ് തുറക്കുമ്പം എല്ലാവരും ഇത് കുടിക്കുന്ന ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ് വിംടോ എന്ന് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് കുടിക്കും കേട്ടോ. അപ്പം ഇത് നമ്മളെ വിംടോ കണ്ടോ. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് മാംഗോ ജ്യൂസാണ്. മാംഗോ ടാങ്ക് ജ്യൂസാണ് കേട്ടോ. അതിലോട്ട് ഇനി കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. ടാങ്ക് പൗഡർ അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ്സിന് മതിയല്ലോ. അപ്പം ഞാൻ 2 ടീസ്പൂൺ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഐസ് അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പൊടിയങ്ങ് അടിയിൽ പോയി. ഞാൻ ഇളക്കിയെടുത്തുകൊണ്ട് വരും. നല്ല കൂറ കിട്ടിയിട്ടുണ്ട്. മാംഗോ ടാങ്കാണ് കേട്ടോ. മാംഗോ ടാങ്ക് തയ്യാറായിട്ടുണ്ട്. റോസ് സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഈ റോസ് സിറപ്പിൻ്റെ മുകളിലോട്ട് ഒരു അല്പം റോസ് സിറപ്പും കൂടെ വീത്തി കൊടുക്കുക. ഒരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ നിങ്ങൾ, അടിപൊളിയായില്ലേ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടിപ്പോയി. ഞാൻ ചെറിയൊരു സ്പൂൺ എടുത്തോട്ടെ. റോസ് സിറപ്പ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നാരങ്ങ ജ്യൂസും റോസ് സിറപ്പും കൂടെ ചേർത്തതാണ്. ഞാൻ മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ. ബിസ്മില്ല. ലെമൂൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആയപ്പോൾ നല്ല സൂപ്പർ. മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ആ നാരങ്ങയുടെ ജ്യൂസും അതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. 3 ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ്താർ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, നമുക്കിതൊന്ന് ഒരു ട്രേയിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ട്രേയിലോട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഞാനൊരു ട്രേ എടുത്തുകൊണ്ട് വരട്ടെ. ട്രേ വെച്ചിട്ട് ബിസ്മില്ല. നമുക്ക് റോസ് സിറപ്പ് തന്നെ മധ്യത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് മധ്യത്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ഇത് വിംടോ ആണ്, ഇത് റോസ് സിറപ്പാണ്, ഇത് മാംഗോ ടാങ്കാണ്. മാംഗോ ടാങ്ക് കണ്ടല്ലോ നിങ്ങൾ, റോസ് സിറപ്പ് കണ്ടല്ലോ. അപ്പം നമ്മൾ ഏതിലാണ് നാരങ്ങ ഇട്ട് കൊടുത്താൽ, അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മൾ നാരങ്ങ ഒന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിലോട്ട് ഒരു പീസ് നാരങ്ങ ഞാൻ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടോക്കി. ഇഷ്ടപ്പെട്ടാൽ ഇഫ്താറിന് എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.